കാരുണ്യവാനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ സർവസ്തുതികളും സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ട് സഹോദരന്മാരെ സഹോദരികൾ, നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം ഈ കോഴ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദൈവത്വം, പ്രവാചകത്വം, പരലോക വിശ്വാസം, ഇത് അടിസ്ഥാന വിശ്വാസങ്ങളാണ്. ഇതിൽ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ എന്തിനാണ് മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാർ? നമുക്കറിയാൻ പറ്റും, ലോകത്ത് മനുഷ്യരല്ലാത്ത കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അവയ്ക്കിടയിലൊന്നും പ്രവാചകന്മാരില്ല. അവയ്ക്കിടയിൽ വേദങ്ങളുമില്ല. അവരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ജീവിക്കുന്ന ചില ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പ്രവാചകന്മാർ എന്നത് വളരെ മൗലികമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തിനാണ് മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആന മുതൽ തിമിംഗലം വരെയുള്ള വൻജീവികളെ അടക്കി ഭരിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെന്നൊക്കെ പറയാവുന്ന ഭൂമിയിലെ കേമന്മാരാണ് മനുഷ്യർ. പക്ഷേ മനുഷ്യൻ്റെ പരിമിതികൾ എടുത്ത് വിശകലനം ചെയ്യുമ്പോഴാണ് ഈ പ്രവാചകന്മാരുടെ ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യൻ്റെ ഈ അസാധാരണമായ കഴിവുകളല്ല. അതിനപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വേറെ ചില സാധാരണ പെരുമാറ്റ മര്യാദകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യൻ ജീവിതത്തിൽ പാലിക്കുന്ന മൂല്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്യാൻ ഇപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കുട്ടിക്കഥയുണ്ട്. പിന്നെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് അത്ഭുതകരമായ കഴിവുകളുള്ള 3 ആളുകളെ ശിഷ്യൻ ആനയിക്കുകയാണ്. ഈ 3 ആളുകളും തങ്ങളുടെ കഴിവുകൾ ഗുരുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ആകാശത്തിലൂടെ മണിക്കൂറുകളോളം പറന്നു പോകാൻ കഴിയും. ഇത് കേട്ടപ്പോൾ ശിഷ്യൻ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഗുരുവിന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞത്, ഗുരു, എനിക്ക് വെള്ളത്തിലൂടെ ഊളിയിട്ട് മണിക്കൂറുകളോളം സഞ്ചരിക്കാൻ കഴിയുന്നു. ഇത് കേട്ടപ്പോഴും ശിഷ്യൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഗുരുവിന് പക്ഷേ പ്രത്യേക ഭാവമാറ്റങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ മനുഷ്യൻ തൻ്റെ കഴിവ് പറയുകയല്ല, അവതരിപ്പിക്കുകയാണ്. ഒരു മരത്തിൽ തൊട്ടടുത്തുള്ള മരത്തിലേക്ക് ഓടിക്കയറി ചില്ലകൾ തോറും ചാടിക്കൊണ്ട് തൻ്റെ കഴിവ് അവിടെ അവതരിപ്പിച്ചു. ഇത് കണ്ടപ്പോഴും അത്ഭുതപ്പെടുന്നു ശിഷ്യൻ, പക്ഷേ ഗുരുവിന് ഭാവമാറ്റമില്ല. അങ്ങനെ ഈ 3 പേരെയും യാത്രയാക്കിയതിന് ശേഷം അത്ഭുതം കൂറി നിൽക്കുന്ന ശിഷ്യനോട് ഗുരു പറയുകയാണ്, ആകാശത്തിലൂടെ പറന്നു പോകുവാൻ പറവകൾക്ക് കഴിയും, അല്ലെ വെള്ളത്തിലൂടെ ഊളിയിട്ട് പോകുവാൻ മത്സ്യങ്ങൾക്ക് കഴിയും, അല്ലെ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചാടുവാൻ ആർക്ക് കഴിയും? കുരങ്ങുകൾക്ക് കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് പ്രയാസകരം. അപ്പോൾ ഈ കഥയിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാകുന്നത് അസാധാരണമായ ചില കഴിവുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭൗതികമായി ഒരുപാട് പുരോഗതികൾ ഉണ്ടാകുമ്പോഴല്ല. അതിനപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനാക്കേണ്ടതായ വേറെ ചില ഘടകങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ആവശ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പ്രകൃതം തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ ഒരു ആവശ്യം, ഒരു വിടവ് നിർത്തിക്കൊണ്ടാണ്. പ്രവാചകത്വത്തിൻ്റെ ഒരു വിടവ്, ഒരാവശ്യം അവിടെ ബാക്കി വെച്ചുകൊണ്ടാണ്. എന്നാൽ മറ്റ് ജീവജാലങ്ങൾ അങ്ങനെയല്ല. അവയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പൂർണ്ണതയിലാണ്. അതായത് ഒരു മത്സ്യം ജന്മം കൊണ്ട് തന്നെ മത്സ്യമാണെങ്കിൽ ഒരു മനുഷ്യൻ ജന്മം കൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല. അത് എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ അല്പസമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അന്നം തേടി അതിൻ്റെ മാതാവിൻ്റെ അകട്ടിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. മറ്റ് പല ജീവജാലങ്ങളിലും അത് കാണാൻ കഴിയും. പക്ഷേ ഒരു മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുക എന്നല്ലാതെ അന്നം തേടി പോകാൻ കഴിയില്ല. ആ സമയത്ത് മാതാവ് വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് അന്നം നുകരാൻ കഴിയും. അപ്പോൾ മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഒരു കൈത്താങ് ആവശ്യമുണ്ട്. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഒരു കോഴിക്കുഞ്ഞിന് ധാന്യമണിയും മണൽത്തരിയാൻ തിരിച്ചറിയാൻ പറ്റും. അതിന് അന്നം ഏതാണെന്ന് അതിനറിയാം. പക്ഷേ മുട്ടുകുത്തി നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണിൽ കാണുന്നതെല്ലാം വാരി കഴിക്കുന്ന, അല്ലെ സ്വന്തം മലവും ചിലപ്പോൾ വാരി കഴിച്ചു എന്ന് വരും. എന്നുവെച്ചാൽ ഒരു പട്ടിക്കുട്ടി പോലും ചെയ്യാത്തത് മനുഷ്യക്കുട്ടി ചെയ്യും. ആ സന്ദർഭത്തിൽ മനുഷ്യക്കുഞ്ഞിനോട് പറയണം, മോനെ അല്ലെങ്കിൽ മോളെ അരുതേ എന്ന് പറയണം. അരുതാത്ത കാര്യങ്ങളുണ്ട്. പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് പക്ഷേ അത് അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അത് പഠിപ്പിക്കപ്പെടണം. ഈ അർത്ഥത്തിൽ പഠിച്ചത് പയറ്റുന്നവരാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ്റെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വരുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു കുളക്കടവിൽ ഒരു താറാവിൻ്റെ കുഞ്ഞിനെയും അതുപോലെ ഒരു കഴുതക്കുഞ്ഞിനെയും ഒരു മുട്ടലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെയും വെച്ചൊന്ന് സങ്കല്പിക്കുക. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യത്യാസം. താറാവിൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും? വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തിച്ചാടി നീന്തി തുടിച്ചു പോകും.
അതേസമയത്ത് കഴുതക്കുഞ്ഞ് വെള്ളം കണ്ടാൽ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചു പോരുന്നു. മനുഷ്യക്കുഞ്ഞ് പക്ഷേ വെള്ളം കാണുമ്പോൾ അതിൽ കളിച്ച് ചാടി അതിൽ വീണ് ചത്തുപോവാണ് ചെയ്യുക. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു താറാവിൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളമാണെന്നും വെള്ളത്തിൽ ചാടിയാൽ നീന്താനും ഒക്കെ അറിയാം. നീന്തൽ പഠിച്ചെടുക്കേണ്ടതില്ല, സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് പക്ഷേ നീന്തൽ പഠിച്ചെടുത്തിട്ട് വേണം. അതുപോലെ കഴുതക്കുഞ്ഞിന് ആ വെള്ളം കണ്ടാൽ അത് അപകടമാണെന്നറിയാം, പക്ഷെ മനുഷ്യക്കുഞ്ഞിനത് അറിയില്ല, അത് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിമിതികൾ ജീവിതത്തിലുടനീളം. അപ്പോൾ ഇത്തരം പരിമിതികൾ ഇല്ലാതാക്കി യഥാർത്ഥ മനുഷ്യനായി എങ്ങനെ ജീവിക്കണം ഇത് പഠിപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാർ വരുന്നത്. കാരണം പക്ഷിമൃഗാദികളൊക്കെ ഇവിടെ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ്, ജന്മവാസനയ്ക്കനുസരിച്ചാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് നേച്ചർ അനുസരിച്ച് ജീവിക്കുമ്പോഴല്ല, കൾച്ചർ അനുസരിച്ചാണ് മനുഷ്യൻ എന്താവുന്നത്. അപ്പോൾ മനുഷ്യന് ശരിയായ കൾച്ചർ പഠിപ്പിക്കുക, ശരിയായ ജീവിത രീതി പഠിപ്പിക്കുക, ഇതിനാണ് പ്രവാചകന്മാർ വരുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് എങ്ങനെ ജീവിക്കാം ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി തന്നെ ഒരു സമയത്ത് പറയുന്നുണ്ട്, ഇത് മാനുഷിക മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന്. അപ്പോൾ എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതെന്ന് വെച്ചാൽ മനുഷ്യനെ ഈ ഭൂമിയിൽ യഥാർത്ഥ മനുഷ്യരായി എങ്ങനെ ജീവിക്കണം എന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. അങ്ങനെ 1,00,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലക്കത് ബഅ്സന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. ഇതെല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ച കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം. അപ്പോൾ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. തൊട്ട് മുമ്പ് വന്ന പ്രവാചകനായിരുന്നു യേശു ക്രിസ്തു. അതിനു മുമ്പ് വന്ന മറ്റൊരു പ്രവാചകനായിരുന്നു മോശ പ്രവാചകൻ. അതിന് മുൻപ് വന്ന മറ്റു പ്രവാചകനായിരുന്നു അബ്രഹാം പ്രവാചകൻ ബൈബിൾ പറയുന്ന. അപ്പോൾ ഈ പറയുന്ന പ്രവാചകന്മാർ അങ്ങനെ 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ആ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചിരുന്നത് ഭൂമിയിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം.